بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما لكم لا تناصرون بل هم اليوم مستسلمون وأقبل بعضهم على بعض يتساءلون قالوا إنكم كنتم تعتوننا عن اليمين قالوا بل لم تكونوا مؤمنين وما كان لنا عليكم من سلطان بل كنتم قوما طاغين فحق علينا قول ربنا إنا لذائقون فأغويناكم إنا كنا غابين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. أما بعد الفائزين برضا الله. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സനാബിൽ ഖുർആൻ പഠന ഗ്രൂപ്പിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, അള്ളാഹുവിനെ തഖ്വയുള്ളവരായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ എന്ന് ആദ്യമായി സ്വന്തത്തോടും പിന്നീട് ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അസ്ഹാബുൽ ജന്നയിൽ, സ്വർഗത്തിൻ്റെ ആളുകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്നലെ സൂറത്തു സ്വഫാത്തിലെ 24-ാമത്തെ ആയത്തിലാണ് നാം അവസാനിപ്പിച്ചത്. പരലോകത്തെ നിഷേധിച്ച ആളുകൾ ആ ദിവസം വരുമ്പോൾ അതവർക്ക് ബോധ്യപ്പെടുകയും പ്രവാചകന്മാർ പറഞ്ഞത് സത്യസന്ധമാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വ്യാജമാക്കിയ ആ തീരുമാനത്തിൻ്റെ ദിവസമാണിത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി മലക്കുകളോട് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അക്രമികളായി തീരുകയും ചെയ്തതിൻ്റെ കാരണത്താൽ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അവരെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക, അവരെ നിങ്ങൾ നിർത്തുകയും അവരോട് ചോദ്യം ചെയ്യപ്പെടുക, അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചില പരിഹാസത്തിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പരിഹാസം, പരിഹസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കാരികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് 25-ാമത്തെ ആയത്ത്. മാലകും ലാ തനാസ്വറൂൻ. അക്രമികളെയും അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താത്ത ആ ആളുകളെ നാളെ പരലോകത്ത് നിർത്തി അവരോട് വിചാരണ ചെയ്യുകയാണ്, അവരോട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്, മാലക്കും നിങ്ങൾക്കെന്താണ്? മാലക്കും, അല്ലാഹു അവരോട്, അക്രമികളോട് ചോദിക്കുന്നു, മാലക്കും നിങ്ങൾക്കെന്താണ്? ലാ തനാസ്വറൂൻ, നിങ്ങൾ എന്തേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നില്ല? ഒരു പരിഹാസത്തിന്റെ ചോദ്യമാണത്. കാരണം ഭൗതികമായ ഈ ജീവിതത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും വന്നിരുന്നവരാണല്ലോ നിങ്ങൾ. അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചും അതേപ്രകാരം അക്രമത്തിലുമെല്ലാം പരസ്പര സഹായ സഹകരണങ്ങൾ നടത്തി അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിന്, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടിയാൽ, ആരാധിച്ചാൽ അവർ പരസ്പരം സഹായിക്കുമെന്ന് പറയുകയും അതിനെ ദുർവ്യാഖ്യാനിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും എല്ലാം ചെയ്തിരുന്ന പരസ്പരം വല്ലാത്ത കൂട്ടുകാരായിരുന്നല്ലോ നിങ്ങൾ. എന്നിട്ട് എന്താ ഇപ്പോ അങ്ങനെയൊക്കെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി കൂട്ടരെ നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ പരിഹാസ ചോദ്യമാണ്. മാലകും ലാ തനാസറൂൻ, അല്ല കൂട്ടരെ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്തേ പരസ്പരം സഹായിക്കുന്നില്ല? സഹായിക്കുമെന്ന് വാദിച്ചിട്ട്
അങ്ങനെ അമ്പിയാക്കളാകുന്ന ഔലിയാക്കളാകുന്ന ആളുകളോട് നാം സഹായാർത്ഥന നടത്തിയാൽ അവർ സഹായിക്കും, ശുപാർശ ചെയ്യും. ഇതൊക്കെ അല്ലേ പറഞ്ഞിരുന്നത്? ഇതിനല്ലേ വാദം ഉന്നയിച്ചിരുന്നത്, സംവാദങ്ങൾ നടത്തിയിരുന്നത്, ഖണ്ഡന പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിരുന്നത്? അല്ലാഹ് ചോദിക്കുക അവരോട് എന്ത് മാലക്കും ലാ തനാസറൂൻ, ഇപ്പൊ എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്താ നിങ്ങൾ പരസ്പരം സഹായിക്കാത്തത്? എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സഹായം കൊടുക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശത്രുക്കളായ അക്രമികളായ അല്ലാഹു അല്ലാത്ത അവരെ ആരാധിച്ചവരെ അവിടെ വിളിച്ചു നിർത്തി, അവരെ കുത്തി നിർത്തിയിട്ട് അവരോട് ചോദിക്കും. എന്നിട്ട് അല്ലാഹു തന്നെ അവർക്ക് മറുപടി കൊടുക്കുകയാണ് 26-ാമത്തെ ആയത്തിൽ. അല്ലാഹ് ചോദിക്കുന്നു, എന്താ നിങ്ങൾ സഹായിക്കാത്തത്? എന്നിട്ട് അല്ലാഹു തന്നെ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. തുടർന്ന് ബൽഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ, എന്താ നിങ്ങൾ സഹായിക്കാത്തത് പരസ്പരം? അല്ലാഹ് കൊടുക്കണ മറുപടി ബൽ, പക്ഷേ ഹുമുൽ യൗമ അവർ ഇന്ന് മുസ്തസ്ലിമൂൻ കീഴടങ്ങിയവരാണ്. അല്ലാഹുവിന്റെ മറുപടി തീർച്ചയായും ഇന്നത്തെ ദിവസം അവർ ദുർബലരാണ്, നിസ്സഹായരാണ്. തീർച്ചയായും അവർ അല്ലാഹുവിന്റെ മുമ്പിൽ കീഴൊതുങ്ങിയവരാണ്. ഭൗതികമായ ജീവിതത്തിൽ ദുനിയാവിലെ ലോകത്ത് അവർക്ക് വല്ലാത്ത ധിക്കാരമായിരുന്നു. അവർ നിഷേധിച്ചവരായിരുന്നു, പരിഹസിച്ചവരായിരുന്നു, തിരിഞ്ഞു കളഞ്ഞവരായിരുന്നു, എല്ലാം വെറുതെയാണെന്ന് പറഞ്ഞവരായിരുന്നു. അല്ലാഹനെ മാത്രം ആരാധിക്കുക എന്നത് ഇബ്ലീസിന്റെ നിയമമാണ്. അത് ഇബ്ലീസ് പഠിപ്പിച്ച തീരുമാനമാണ്. അല്ലാഹനെ മാത്രം ആരാധിക്കുക എന്നത് അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ല എന്ന ധിക്കാരത്തിന്റെ നിഷേധത്തിന്റെ വാദമുയർത്തിയവരായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ബൽഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ, പരസ്പര സഹായങ്ങളില്ല, പരസ്പരം സഹായിക്കുമെന്ന് പറഞ്ഞവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. ബൽഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ, ഇന്ന് എല്ലാവരും കീഴടങ്ങിയവരാണ്. അവരാരെയാണോ ആരാധിച്ചത്, അവരാരൊക്കെ സഹായിക്കുമെന്നാണോ വിശ്വസിച്ചിരുന്നത്, അവരും തനിച്ചാട്, അവരും കീഴടങ്ങിയവരാണ്. അവരോട് വിളിച്ചു തേടിയ പാപങ്ങളാകുന്ന ആളുകളും കീഴടങ്ങിയവരാണ്. ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമെന്ന വാദം തന്നെ തെറ്റായിരുന്നു എന്ന് നാളെ പരലോകത്ത് നിന്ന് അവർ സമ്മതിക്കും. അവരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിപ്പിക്കും. എല്ലാവരും സ്വന്തം നഫ്സിന് വേണ്ടി മാത്രം വാദിക്കുന്ന, നഫ്സിന്റെ കാര്യത്തിൽ മാത്രം, സ്വന്തത്തെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന, വേദനിക്കുന്ന ഒരു ദിവസമാണ് അന്നത്തെ ദിവസം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് ഇനി അടുത്ത ആയത്തിൽ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചവരും ആരാധിക്കപ്പെട്ടവരും തമ്മിലുള്ള ഒരു സംഭാഷണം, ഒരു തർക്ക വിതർക്കങ്ങളെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. وأقبل بعضهم على بعض يتساءلون وأقبل മുന്നിടും ബഅ്ളുഹും അവരിൽ ചിലർ മുന്നിടും അലാ ബഅ്ളിൻ ചിലരിൽ യതസാഅലൂൻ അന്യോന്യം ചോദ്യം ചെയ്തുകൊണ്ട് وأقبل بعضهم على بعض يتساءلون അവർ അന്യോന്യം ചോദ്യം ചെയ്തുകൊണ്ട് ചിലർ ചിലരുടെ നേരെ തിരിയുന്നതാണ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചും വളച്ചൊടിച്ചും കട്ടുമുറിച്ചും മഹാന്മാരാകുന്ന ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ദുർവ്യാഖ്യാനിച്ച് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുവാനും ഏറ്റവും വലിയ അക്രമികളായി തീരുവാനും ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ള ആളുകളും അത് അംഗീകരിച്ച് അതിൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഒരു ചർച്ചയാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. പരസ്പരം ഈ അക്രമികൾ, നേതാക്കന്മാരും അനുയായികളും പരസ്പരം ചർച്ച ചെയ്യുകയാണ്. പരസ്പരം നേരിട്ടുകൊണ്ട് കണ്ടുമുട്ടി അവർ സംസാരിക്കുകയാണ്. ആ സംസാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. وَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَسَاءَلُونَ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ, ഏറ്റവും വലിയ അക്രമം ചെയ്യാൻ, പരസ്പരം പോരടിച്ചും പരസ്പരം കൂട്ടുനിന്നും പരസ്പരം അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ടുള്ള ആളുകൾ നാളെ നേർക്കുനേരെ അങ്ങ് കണ്ടിട്ട് അവർ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. പക്ഷേ അവരുടെ ആ തർക്കങ്ങളെ കൊണ്ടോ കുതർക്കങ്ങളെ കൊണ്ടോ പരസ്പരം പഴിചാരലുകൾ കൊണ്ടോ ആരോപണങ്ങൾ കൊണ്ടോ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് അള്ളാഹു പഠിപ്പിക്കാത്ത രീതിയിൽ, അള്ളാന്റെ റസൂല് മനസ്സിലാക്കാത്ത രീതിയിൽ, സ്വഹാബത്തിന് പരിചയമില്ലാത്ത രീതിയിൽ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ച് ഈ സമുദായത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്ന പണ്ഡിതന്മാരുടെയും ഇസ്ലാമിന്റെ വേഷം ധരിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും നേരെ തിരിഞ്ഞിട്ട് സാധാരണക്കാരാകുന്ന ആളുകൾ
അത് കേട്ട് സിന്ദാബാദ് വിളിച്ച, അത് കേട്ട് ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ട് ആ പണ്ഡിതന്മാരുടെ വാക്ക് സത്യമാണെന്ന് വിശ്വസിച്ച ആളുകൾ നേതാക്കന്മാരുടെ അരികിൽ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഖാലൂ ഇന്നകും കുൻതും തഅതൂനനാ അനിൽ യമീൻ. ഖാലൂ, അവര് പറയും, ആര്? ഈ സാധാരണക്കാരായ ആളുകൾ. ഖുർആനിന്റെയും ഹദീസിന്റെയും, ഖുർആനല്ലേ ഓതുന്നത്, ഹദീസല്ലേ പറയണത്, മഹാന്മാരാകുന്ന ആളുകൾ ചെയ്തു എന്നല്ലേ പറയണത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ അംഗീകരിച്ച് അവര് പറയുന്നതിന് അണ്ണാക്ക് തൊടാതെ വിശ്വസിച്ച ആ ആളുകൾ നേതാക്കന്മാരുടെ അരികിൽ ചെന്ന് പറയാ, ഇന്നകും കുൻതും, തീർച്ചയായും നിങ്ങളായിരുന്നല്ലോ, തഅതൂനനാ, ഞങ്ങളുടെ അടുക്കൽ വന്നിരുന്നു, അനിൽ യമീൻ, വലതുവശത്തുകൂടി വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയായ സ്വരത്തിൽ, അതേ പ്രകാരം അധികാര സ്വരത്തിലും ഞങ്ങളെ അന്ന് വഴിപിഴപ്പിക്കാൻ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും നേർച്ച വഴിപാടുകൾ നടത്തുവാനും ശിർക്കിലേക്കും അക്രമങ്ങളിലേക്കും ബിദ്അത്തുകളിലേക്കും ഞങ്ങളെ നയിക്കാൻ, തഅതൂനനാ അനിൽ യമീൻ, ഞങ്ങളുടെ വലതുവശത്തുകൂടെ എല്ലാവിധ അധികാരത്തോടുകൂടെ നിങ്ങളുടെ അധികാരങ്ങളും വിജ്ഞാനങ്ങളും വേഷങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ വന്നിരുന്നുവല്ലോ എന്ന ഒരു ആക്ഷേപ സ്വരത്തിൽ ഈ സാധാരണക്കാരാകുന്ന ആളുകൾ നേതാക്കന്മാരോട് പറയുമ്പോ, നിങ്ങൾ അന്ന് വഴിപിഴപ്പിക്കാൻ എല്ലാവിധ ആയത്ത് ഓതിയിരുന്നല്ലോ, നിങ്ങൾ വലിയ നേതാക്കന്മാരാണെന്ന് പറഞ്ഞിട്ടല്ലേ അന്ന് വന്നിരുന്നത് എന്ന് പറയുമ്പോ ആ നേതാക്കന്മാരുടെ മറുപടിയാണ് 29ാമത്തെ ആയത്തിലല്ല പറയണത്. എന്താ നേതാക്കന്മാരുടെ മറുപടി? ഖാലൂ ബൽ ലം തകൂനൂ മുഅ്മിനീൻ. ഖാലൂ, അവര് പറയും, ആര്? ഈ നേതാക്കന്മാര്, ഉസ്താദന്മാര്, മുസ്ലിയാക്കന്മാര്, തങ്ങന്മാര്, നമ്മെ അള്ളാഹുവിനോട് മാത്രം തേടേണ്ടതിന് പകരം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്ന നേതാക്കന്മാരില്ലേ, അതേ വലിയ പണ്ഡിതന്മാരാണെന്ന് പറയപ്പെടുന്നവരില്ലേ, അവരോട് നാളെ ആക്ഷേപ സ്വരത്തിൽ സാധാരണക്കാർ ചോദിക്കുമ്പോ പരലോകത്തുനിന്ന് അവരുടെ മറുപടി, ഖാലൂ, അവര് പറയും, ബൽ ലം തകൂനൂ, ബൽ പക്ഷേ, ലം തകൂനൂ, നിങ്ങളായിരുന്നില്ല, മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളെ ആയിരുന്നില്ല. പേരുകൊണ്ട്, തറവാട് കൊണ്ട്, സംഘടനകൾ കൊണ്ട്, മെമ്പർഷിപ്പ് കൊണ്ട് മാത്രം മുഅ്മിനുകളായവരാണ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേൾക്കുമായിരുന്നില്ല. നിങ്ങളന്ന് ഞങ്ങളെ അനുസരിച്ചത് ലം തകൂനൂ മുഅ്മിനീൻ, നിങ്ങൾ സ്വയം തന്നെ വിശ്വാസികളാകാതിരുന്നതാണ്. അല്ലാതെ നിങ്ങളെ പിഴപ്പിച്ചതിന്റെ ഉത്തരവാദി ഞങ്ങളല്ലെന്ന് പറഞ്ഞവർ കഴുകുകയാണ്. മാത്രവുമല്ല, വീണ്ടും അവർ, ആ നേതാക്കന്മാർ അനുയായികളോട് വീണ്ടും പറയാം, നിങ്ങൾ സ്വയം തന്നെ വിശ്വാസികളാകാതിരുന്നതാണ്. ഞങ്ങളുടെ വയല് കേട്ടിട്ടോ ഞങ്ങളുടെ ഉപദേശം കേട്ടിട്ടോ ദുർവ്യാഖ്യാനം കേട്ടിട്ടൊന്നും നിങ്ങൾ വിശ്വാസികളാകാതിരുന്നതല്ല. മാത്രവുമല്ല, വമാ കാന ലനാ അലൈക്കും മിൻ സുൽത്താനിൻ ബൽ കുൻതും ഖൗമൻ ത്വാഗീൻ. വമാ കാന ലനാ അലൈക്കും മിൻ സുൽത്താനിൻ ബൽ കുൻതും ഖൗമൻ ത്വാഗീൻ. നേതാക്കന്മാര് വീണ്ടും പറയും, വീണ്ടും അവര് പറയാ ഈ ആളുകളോട്, അനുയായികളോട്, വമാ കാന ലനാ, ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. എവിടത്തുള്ള സംഭാഷണ? നാളെ പരലോകത്തുനിന്ന് അനുയായികളും നേതാക്കന്മാരും തമ്മിലുള്ള സംഭാഷണം. അനുയായികളോട് നേതാക്കന്മാര് പറയാ, വമാ കാന ലനാ, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, അലൈക്കും, നിങ്ങളുടെ മേൽ, മിൻ സുൽത്താനുൻ, ഒരു അധികാര ശക്തിയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നിങ്ങളെ നിർബന്ധിപ്പിച്ചിട്ട് അല്ലല്ലാത്തവരോട് അവരെ തേടിപ്പിച്ചതല്ല. ഞങ്ങൾ മങ്കൂസുകളിലൂടെ, മാലകളിലൂടെ, കുത്തുബൈത്തുകളിലൂടെ, ജാറങ്ങളിലൂടെ അള്ളാഹു അല്ലാത്തവരോട് തേടാനും അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്താനും ഞങ്ങൾ നിർബന്ധിപ്പിച്ചവരായിരുന്നില്ല. അങ്ങനെ നിങ്ങളുടെ മേൽ ഞങ്ങൾക്ക് യാതൊരു അധികാര ശക്തിയും ഉണ്ടായിരുന്നില്ലല്ലോ. ബൽ, എന്ന് മാത്രമല്ല, എന്നല്ല, കുന്തും, നിങ്ങളായിരുന്നു, ഖൗമൻ ത്വാഗീൻ, അക്രമികളായ ഒരു ജനതയായി നിങ്ങൾ മാറി. നിങ്ങൾ സ്വയം അക്രമികളായവരാണ്, അതിരുകവിഞ്ഞവരാണ്. അല്ലാതെ നിങ്ങളുടെ മേൽ ഒരു അധികാര ശക്തിയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കാരണത്താൽ നിങ്ങൾ അവിശ്വാസികളായതല്ല, നിങ്ങൾ തന്നെ സ്വയം അവിശ്വാസികളായി മാറിയതാണ്. നിങ്ങൾ തന്നെ സ്വയം അക്രമികളായി മാറിയ ജനതയായതാണ്. അല്ലാതെ നിങ്ങളുടെ മേൽ ദുനിയാവിൽ ഞങ്ങൾക്ക് യാതൊരു അധികാര ശക്തിയും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് നാളെ നേതാക്കന്മാരൊക്കെ നാളെ പരലോകത്തുനിന്ന്, പ്രിയപ്പെട്ടവരെ, നമ്മളെ കയ്യൊഴിയും. ആരുണ്ടാവില്ല. നമ്മളെ
അള്ളാഹു അല്ലാത്തവരിലേക്ക് ക്ഷണിക്കുന്ന ഒരാളും നാളെ പരലോകത്തുണ്ടാവില്ല. നാം അവരുടെ അരികിൽ ചെന്നുകൊണ്ടൊരു പരാതി പറഞ്ഞാൽ ആ പരാതി അവർ സ്വീകരിക്കില്ല. അന്ന് അവർ പറയുക ഈ വർത്താനായിരിക്കും, ഞങ്ങൾ കാരണമല്ല നിങ്ങൾ അവിശ്വാസത്തിലേക്ക് പോയത്, ഞങ്ങൾ കാരണമല്ല നിങ്ങൾ അള്ളാഹ് അല്ലാത്തവരിലേക്ക് തേടാൻ പോയത്, നിങ്ങൾ സ്വയം തന്നെ നശിച്ചു പോയതാണ്, നിങ്ങൾ സ്വയം തന്നെ അക്രമികളായി മാറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രക്ഷപ്പെടും. മാത്രവുമല്ല വീണ്ടും അവർ പറയുന്നു, തുടർന്ന് ആ നേതാക്കന്മാര് അനുയായികളോട് പറയാണിനി നമ്മൾ പരസ്പരം കലഹിച്ചിട്ട് കാര്യമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഫഹഖ അലൈനാ ഖൗലു റബ്ബിനാ ഇന്നാ ലദായിഖൂൻ. ഫഹഖ അലൈനാ, നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്, നമുക്ക് നമ്മുടെ മേൽ അവകാശപ്പെട്ടു പോയി. ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിന്റെ വാക്ക്, ഹഖ അവകാശപ്പെട്ടു, അലൈന നമ്മുടെ മേൽ യഥാർത്ഥമായിട്ടുണ്ട്. എന്ത്? ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിന്റെ വാക്ക് സ്ഥിരപ്പെട്ടു പോയി. ഇന്നാ, നിശ്ചയമായും നാം ലദായിഖൂൻ, അനുഭവിക്കുന്നവർ തന്നെ. വഴിപിഴപ്പിച്ച ഞങ്ങളും വഴിപിഴച്ച നിങ്ങളും. വിശുദ്ധ ഖുർആനിന്റെ ആയത്തും ഹദീസൊക്കെ ഓതി അതാ നല്ലത്, ഇത് പുത്തൻവാദികളാണ്, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, അമ്പിയാക്കളോട് സ്നേഹമില്ലാത്തവരാണ്, ഔലിയാക്കളോട് ബഹുമാനമില്ലാത്തത് കൊണ്ടാണ് അല്ലല്ലാത്തവരോട് വിളിച്ചു തേടാത്തത് എന്നൊക്കെ പറഞ്ഞ ഞങ്ങളും, നിങ്ങളെ പഠിപ്പിച്ച ഞങ്ങളും, അതിനുവേണ്ടി വയത് പറഞ്ഞ, അതിനുവേണ്ടി സ്റ്റേജ് കെട്ടിയ ഞങ്ങളും, അത് അനുസരിച്ച നിങ്ങളും, നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ മേൽ അല്ലാഹുവിന്റെ വാക്ക് ശിക്ഷയുണ്ട് എന്ന ആ വാചകം അത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. ഇന്നാ ലദായിഖൂൻ, നമ്മളൊക്കെ ഇനി അനുഭവിക്കുകയല്ലാതെ യാതൊരു മാർഗവുമില്ല, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വളരെ വ്യക്തമായി ആ നേതാക്കന്മാർ ആ അനുയായികളോട് പറയും. ഫഅഗ്വൈനാകും ഇന്നാ കുന്നാ ഗാവീൻ. അള്ളാഹു പറഞ്ഞ വാക്ക് സ്ഥിരപ്പെട്ടു, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പറഞ്ഞ വാക്ക് അത് കൃത്യമായി ഇതാ പുലരുകയാണ്. ഇനി നമ്മൾ അനുഭവിക്കുക തന്നെ, ഇനി നമ്മൾ ആസ്വദിക്കുക തന്നെ, ഒരു രക്ഷയും നമുക്കില്ല. ഫഅഗ്വൈനാകും ഇന്നാ കുന്നാ ഗാവീൻ. ഫഅഗ്വൈന, ഞങ്ങൾ നിങ്ങളെ വഴിപിഴപ്പിച്ചു, ഞങ്ങൾ വഴിപിഴപ്പിച്ചു നിങ്ങളെ. ഫഅഗ്വൈനാകും, ഞങ്ങൾ നിങ്ങളെ വഴിപിഴപ്പിച്ചു. ഇന്നാ കുന്ന, തീർച്ചയായും ഞങ്ങളായിരുന്നു, ഗാവീൻ, വഴിതെറ്റിയവരായിരുന്നു. ഞങ്ങൾ വഴിതെറ്റിയവരായിരുന്നു, ഞങ്ങൾക്കറിയായിരുന്നു. ഇന്ന് പല ഈ ആയത്തുകൾ ഓതുന്ന, ദുർവ്യാഖ്യാനിക്കുന്ന, കുത്തുബിയത്ത് ചെല്ലുന്ന, അതേ പ്രകാരം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന വിവേകമുള്ള ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചവർക്കറിയാം ഈ പറയുന്നത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ടറിയാം. അതാണ് അവരവിടെ പറയുന്നത്. എന്ത്? ഞങ്ങൾ നിങ്ങളെ വഴിതെറ്റിച്ചു, കാരണം ഞങ്ങൾ വഴിതെറ്റിയവരായിരുന്നു. ഞങ്ങൾ പിഴവിലാണുള്ളത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളും കുറച്ച് ആളുകളെ വഴിതെറ്റിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ നിങ്ങളെ വഴിതെറ്റിപ്പിച്ചതാണ്, ഞങ്ങൾ വഴിപിഴവിലായിരുന്നു എന്ന് ആ നേതാക്കൾ അനുയായികളോട് പറയും. പക്ഷേ നാളെ പരലോകത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, നേതാക്കന്മാർ അനുയായികൾ നേതാക്കന്മാർ, നിങ്ങൾ തന്നെയാണ് കാരണം. ഇത്തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങൾ കൊണ്ടോ ഒരു ഫലവും ഒരു വിഭാഗത്തിനും അനുയായികൾക്കോ നേതാക്കൾക്കോ നാളെ പരലോകത്ത് ഉണ്ടാവുകയില്ല. ഒരു രക്ഷാമാർഗവും അവിടെ ഉണ്ടാവുകയില്ല. രണ്ട് കൂട്ടരുടെയും എല്ലാ രക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ലദായിഖൂൻ, അള്ളാഹു അനുഭവിക്കാൻ പറഞ്ഞ ശിക്ഷ അനുഭവിക്കുകയല്ലാതെ യാതൊരു മാർഗവുമില്ല എന്ന് കൃത്യമായി അവിടുന്ന് നേതാക്കൾ അനുയായികളോട് പറയും. ഇനി നമ്മൾ അനുഭവിക്കുന്ന രണ്ട് കൂട്ടരും ഒന്നിച്ച് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൃത്യമായും വ്യക്തമായും പറഞ്ഞത് ആരാധന അത് അള്ളാഹുവിന് മാത്രമേ പറ്റൂ. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നത് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്തതാണ് ഷിർക്ക്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാപമാണ്. നാളെ പരലോകത്തുനിന്ന് നമ്മ പിഴപ്പിക്കുവാൻ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനിച്ച് കൂട്ടിമാട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ പറഞ്ഞ് അത്തരം ശ്രദ്ധകൾ എത്ര വലിയവർ ക്ഷണിച്ചാലും അവരൊന്നും നാളെ പരലോകത്ത് നമ്മെ സഹായിക്കാനുണ്ടാവില്ല. എല്ലാവരും അവിടെ പരലോകത്ത് നിന്ന് കയ്യൊയ്യും എന്ന കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാവുക. നമ്മുടെ പരലോകം അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. നമ്മുടെ പരലോകം രക്ഷപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, എൻ്റെ നാഥനോട് മാത്രമേ എൻ്റെ സങ്കടങ്ങളും പരാതികളും വേദനകളും ഞാൻ പറയുകയുള്ളൂ, എൻ്റെ റബ്ബിനെ മാത്രമേ
മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയുകയുള്ളൂ എന്ന കൃത്യമായ വിശ്വാസം മനസ്സിന്റെ ഉള്ളിൽ രൂഢമൂലമാക്കുക, അതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി